എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊൻവീണെ എന്ന ഗാനത്തിൻ്റെ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് ട്രംപറ്റ്, ഇങ്ങനെ 3 നോബിളിൽ ഇങ്ങനെ വായിക്കുന്ന കൊള്ളക്കെട്ട് എന്നൊക്കെ വായിക്കുന്ന വെസ്റ്റേൺ ഇൻസ്ട്രുമെൻറ്റ്, അതും പിന്നെ നമ്മുടെ ജോൺ ആൻ്റണിയുടെ ലീഡ് ഗിറ്റാറും, പിന്നെ അവസാനം വയലിനും. ഇത് 3ആണ്. അതിൻ്റെ കൂടെ ചെല്ലനുണ്ട്, ചെല്ലോ ഇവിടെയുണ്ട്. ഇതാണ് നമ്മൾ സെക്കൻഡ് പേജിൽ ഉള്ളത്. അപ്പോൾ ആദ്യം ട്രംപറ്റ് വരും. ട്രംപറ്റ് ദാനീദാ 1 2 3 4 ഗസഗപാനീദാ ദാനീദാ 1 2 3 4 ഗസഗപാനീദാ 1 2 3 4 എന്നിട്ട് പറയാം ദാനീദാ 1 2 3 4 ഗസഗപ ഗസഗപാനീദാ 1 2 3 4. എന്നിട്ട് വായിക്കാം. അത് ക്വസ്റ്റ്യൻ ആൻസർ പറയണം. ട്രംപറ്റിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇലക്ട്രിക് ഗിറ്റാറിലെ ആൻസർ പദനീനിദ പദനീദ പമഗഗ പദനീനിദ പദദനീനിദ പദദനീനിദ. പദനീദ പമഗഗ. അവിടെ ഒരു വലിയ ഗാന്ധാരം കൂടി ആഡ് ഉണ്ട്. പദനീദ പമഗ, വലിയ ഗ, ചെറിയ കാണിക്കും പമഗഗ എന്ന് വരും. പദനീനിദ പദനീദ പമഗഗ. എന്ന് വായിക്കാം. അങ്ങനെ വരും. പിന്നെ അതിൻ്റെ ആൻസർ അല്ല, അടുത്ത ക്വസ്റ്റ്യൻ പോലെ വരും. ട്രംപറ്റ് ഗമപദനി പസനി പസനി പാപ ഗമപദ 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 സ്പീഡ് വരും. ഗമപദ നീ 2 3 4 1 2 3 പ സനി പ സനി പ മപ സനി പ സനി പ എന്ന് പറയുമ്പോൾ ഒരു പ്രതിമധ്യമത്തിലേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടുണ്ട്. പാപ്പ പോലെ. അതാ വെസ്റ്റേൺ ശൈലിയാണത്. ഗമപദനി 1 2 3 ഗമപദനി പ സനി പ സനി പ മപ ഇങ്ങനെ വരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പോലെ ട്രംപറ്റ് 1 2 3 1 2 3. അതിൻ്റെ ആൻസർ വീണ്ടും ഇലക്ട്രിക് ഗിറ്റാർ. അതൊക്കെ ഇത്തിരി കേട്ട് എഴുതിയിരിക്കാൻ ഇത്തിരി പണിയായിരുന്നു. എന്നാലും ഞാൻ കുറേ കഷ്ടപ്പെട്ട് അത് മനസ്സിലാക്കിയെടുത്താണ്. മുകളിലത്തെ മായാണ്. പക്ഷെ ഗിറ്റാർ എന്ന് വായിക്കാം, നമുക്കത് കിട്ടില്ല, സ്ക്വയർ കിട്ടില്ല. സനി പബ സനി പം സനി പ പ പ പ പ പ പ സനി പ പ പ ആ സനി പ സനി പ പ പ. രണ്ടാമത്തെ പാ തൊട്ട് പ്രതിമധ്യമത്തിന് ടച്ചിന്റെ മപ 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 സനി പ പ മപ 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 മപ. അപ്പൊ
അത് ഡിസ്റ്റോഷനൊക്കെ ഇട്ടിട്ട് വായിക്കുമ്പോൾ ആ വെസ്റ്റേൺ പാറ്റേൺ, ആ ശൈലി കിട്ടാൻ വേണ്ടി അദ്ദേഹം വെസ്റ്റേൺ വായിക്കുന്ന ആളാണ് ഗിറ്റാറിൽ ലീഡ്, മിസ്റ്റർ ജോൺ ആൻ്റണി. ഇലക്ട്രിക് ഗിറ്റാറിൽ ഗിറ്റാർ എൻ്റെ സീനാണല്ലോ, ഈ സിഗ്നൽ ഗിറ്റാർ വായിക്കുന്ന സീനൊക്കെ ഉള്ളതുകൊണ്ട് ഗിറ്റാർ വായിച്ചാണ് ഈ പാട്ട് പാടുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് ഫ്ലൂട്ടിൽ വായിക്കണ ഇത്തിരി ബുദ്ധിമുട്ടി വായിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇത്രയും ട്രംപറ്റ് ദാനി ദ 1 2 3 4 ഗസഗ പനി ദ 1 2 3 4 ഗിറ്റാർ പദനി നീ ദ പദനി ദ പമഗഗ ഗമപദനി പദൻ ഗമപദനി 1 2 3 പസനി പസനി പമ പ ഗമ ഗ ഗരി സനി സനി ദ സനി പ പ പ പ പ പ. ഇത്ര വായിച്ചു നോക്കാം. 3 4. നല്ല കോൺസെൻട്രേഷനിലേക്ക് ഇത് വായിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ വയലിൻ്റെ സെയിം തന്നെ നമ്മൾ ഫസ്റ്റ് ബീജിൽ അവസാനത്തെ പോർഷൻ വയലിനെ ചെല്ലുകൂടെ ഗരി സനി പമ ഗമഗരി ഗമഗരി ഗ, അത് സെയിം തന്നെ ഗരി സനി സനി പമ ഗമഗരി ഗമഗരി ഗ. ആ ഗമഗരി വയ്ക്കുമ്പോൾ സെക്കൻഡ് വയലിൽ സരി സനി സരി സനി സ, അതും വരും ചെല്ലോ ബേസ് ഗ സ 2 3 4, അത് സെയിം തന്നെ വരും. അവസാനത്തെ ഗമഗരിയുടെ കൂടെ മറ്റേ സെക്കൻഡ് വയലിൻ ചെല്ലോ ഗ 2 ബാർ സ 2 ബാർ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് വായിക്കാൻ ശ്രമിക്കാം, തെറ്റിക്കഴിഞ്ഞാൽ ശ്രമിക്കണം. 1 2 3 4. ഇതാണ് സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫ്രെയിം. ഈ സ്വരങ്ങൾ എഴുതി വെച്ച് ഗിറ്റാറും ട്രംപറ്റും വയലിനും സെക്കൻഡ് വയലിനും ചെല്ലോയും ഓരോരുത്തരും മാറി മാറി വായിക്കുകയാണെങ്കിൽ അത് ഭംഗിയായിട്ടിരിക്കും. ഫ്ലൂട്ടിൽ ഇത്ര ലിമിറ്റേഷനുള്ള ഫ്ലൂട്ടിൽ നമുക്ക് ഇത്രേ വായിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്, ഞാൻ എൻ്റെ ലിമിറ്റേഷൻ ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 9447200365 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാ കുട്ടികളിലേക്ക് എത്തിച്ച് നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കണം. ഇനി ഇതിൻ്റെ അവസാനം ഒരു മ്യൂസിക് ഉണ്ട്. ഗിറ്റാർ വായിച്ച് അവസാനം ഗിറ്റാറിൽ നിന്ന് ഷോക്ക് അടിച്ച് ലിസി വീണ് അങ്ങനെ മരിക്കുന്ന ഒരു സീനാണ്. അപ്പോൾ അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത എപ്പിസോഡിൽ നമുക്കൊന്ന് വായിച്ച് നോക്കാം. കോഡ മ്യൂസിക് എന്ന് പറയും. പാട്ടിന് ശേഷം ഉള്ള മ്യൂസിക്കിന് കോഡ മ്യൂസിക് എന്നാണ് പറയുക. അത് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം, വായിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും കോഡ മ്യൂസിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ചരണം സെയിം തന്നെ വരും. ഒരു പല്ലവിയുടെ ഇടയ്ക്കുള്ള 2 ലൈനും വരും, അത്രയേ ഉള്ളൂ ഇടയ്ക്കുള്ള പല്ലവി. അപ്പോൾ എല്ലാവരും അടുത്ത കോഡ മ്യൂസിക്കിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുവരേക്കും അടുത്ത
എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.